ഹായ് നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരം ചായക്കടി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ കിട്ടുന്ന ഫിലിപ്പിൻ പഴം എന്നൊക്കെ പറയുന്ന അത്യാവശ്യം ചെറിയൊരു പുളിയൊക്കെയുള്ള പഴമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ചെറുപഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 5 or 6 എണ്ണമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാട്ടിൽ നമ്മൾ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന പഴക്കയാണ് കയ്യിലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്, അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിലോട്ടേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതുപോലെ പഴം എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പഴവും അതുപോലെ ശർക്കരയും കൂടി വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി കല്ലില്ല ശർക്കരയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചേർത്ത് കൊടുക്കരുത്, അരിച്ചെടുത്ത് മാറ്റിയിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മധുരം ബാലൻസ് ചെയ്യുന്നതിന് 2 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് മൈദയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന ആ സ്പൂണിൻ്റെ അളവ് കണ്ടു, ഒരു സ്പൂൺ മുഴുവനായിട്ട് വരുന്ന രീതിയിൽ 4 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം അളവിൽ അരിപ്പൊടി കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി പത്തിരിപ്പൊടിയോ പിന്നെ നമ്മൾ സാധാരണ പൊടിച്ചു വെക്കുന്ന അരിപ്പൊടിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ ചിരകിയത് വേണം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ മൈദയിലും അരിപ്പൊടിയിലുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും റവയും വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഗോതമ്പ് പൊടിയും റവയിനേക്കാളും നല്ല ടേസ്റ്റിയാണ് നമ്മൾ മൈദയും അരിപ്പൊടിയും ഏകദേശം ഒരേ അളവിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ടേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ആ പഴത്തിൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു മാവ് നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെള്ളവും അതുപോലെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് എള്ളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വെള്ള കളറിലുള്ള എള്ളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിതിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഏലക്കപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ മാവിൻ്റെ ഒരു പാകം കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി, പാകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഉണ്ണിയപ്പച്ചട്ടിയിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടൊന്നും നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട, ഒരിത്തിരി മാത്രം ഓരോ കുഴിയിലും ഒരിത്തിരി നെയ്യ് മാത്രം തൂക്കി കൊടുക്കുക. കൂടുതലായിട്ട് ഉപയോഗിക്കുക വേണ്ട. ഈ ഒരു നെയ്യിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മാവ് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതായത് ചെറിയൊരു നെയ്യിൻ്റെ ഇത് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ തവണയും ചുട്ടെടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു അളവിൽ തന്നെയാണ് ഞാൻ ഈ ഒരു കൂട്ട് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഈ ഒരു റെസിപ്പി, ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. അതുകൊണ്ട് നല്ല ചൂടുള്ള ഉണ്ണിയപ്പ ചട്ടിയിലോട്ടേക്ക്, നല്ല ചൂടുള്ള നെയ്യിലോട്ടേക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്പൂണ് കൊണ്ടോ, അതല്ല നിങ്ങൾക്ക് കൂടുതൽ നല്ല ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കവറിൽ മാവ് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ മാവ് ഏകദേശം കണ്ട നല്ല സൈഡൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നെയ്ക്ക് പകരം നിങ്ങൾക്ക് എണ്ണയിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഇല്ല എന്നാണെങ്കിൽ സാധാരണ ചീനച്ചട്ടിയിൽ ഒരിത്തിരി മാത്രം 1 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് അതിനകത്ത് ഒഴിച്ചിട്ട് വേണമെങ്കിലോ അതല്ലെങ്കിൽ പാനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാവ് ചുട്ടെടുക്കാം. ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ വേണമെങ്കിൽ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എള്ള് വീണ്ടും ഒരിത്തിരി ഇട്ട് കൊടുത്തത്. ഇത് ഓപ്ഷണലാണ്, ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 2 സൈഡും കളറ് മാറി വരണം. ശരിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അവരുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടിയും അതുപോലെ ഒന്നുകിൽ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും റവയും മിക്സ് ചെയ്തിട്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു പലഹാരമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.